നമസ്കാരം. ധന്യമീ ജീവിതത്തിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം കണ്ണിന്റെ അഴകിനെ കുറിച്ചാണ്. കണ്ണഴക് എന്ന് പറയും. ഒരാളുടെ കണ്ണുകൾക്ക് വലിയ പ്രാധാന്യം ഉണ്ട്. ഏതൊരാളുടെ ഡിസംബറിൽ മഞ്ഞുകാലായോണ്ട് ചിലപ്പോ ഞാൻ തലയിലൊക്കെ ഒരു തുപ്പിയൊക്കെ വെച്ച് ചെവി മൂട്ടിയിട്ട് മഞ്ഞ് അകത്ത് കയറാതിരിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ നടന്നു പോകും. പക്ഷെ പരിചയക്കാര് രൂപം എന്തായിരുന്നാലും ശരി പെട്ടെന്ന് തിരിച്ചറിയാനുള്ള കാരണം കണ്ണുകൾ വഴിയാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഒരാളെ. ഏതൊരു വ്യക്തിയുടെയും കണ്ണുകൾക്കാണ് പ്രാധാന്യം. ചിലവര് ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് ബൈക്കിൽ വരുമ്പോ ആളെ മനസ്സിലാവില്ല. അവര് കുശലൊക്കെ ചോദിക്കും, എനിക്ക് മനസ്സിലാവില്ല. അപ്പൊ ഹെൽമെറ്റോ നീക്കിയിട്ട് കണ്ണ് കാണുമ്പോ ആ കണ്ണുകളിലെ പ്രകാശമാണ് ആളെ തിരിച്ചറിയുന്നത്. ഇത് എല്ലാവരുടെ ഘടകമാണ്. ചെറിയ കുട്ടികൾ കണ്ണെഴുതി കാണുമ്പോ എന്തൊരു ഭംഗിയാ. കണ്ണെഴുതണം, നല്ല കൺമഷി കൊണ്ട് കണ്ണെഴുതി നല്ലതാണ്. കണ്ണുകളാണ് ആകർഷിക്കുന്നത്. ഇപ്പൊ ഒരു കാര്യം, നമ്മുടെ ദേവതകളിൽ ഏറ്റവും അഴകുള്ള കണ്ണ് ആരുടേതാണ് എന്നാണ് ചോദ്യം. ഈശ്വരൻ എന്ന വാക്കേ അല്ല, ദേവതകൾ. ഈശ്വരൻ ഒന്നല്ലേ ഉള്ളൂ, ബാക്കി നമ്മൾ കാണുന്ന മുഴുവൻ ദേവതകളല്ലേ. ശിവൻ ദേവതയാണ്, പാർവതി, സുബ്രഹ്മണ്യൻ, ഗണപതി. ഒരു പുത്രി ഉണ്ട് കേട്ടോ, അശോക സുന്ദരി, ശിവന്. ശ്രീരാമൻ, സീത, കൃഷ്ണൻ, രാധ, ഇതൊക്കെ ദേവതകളാണ്. ഇത് കണ്ണഴക് കൂടുക ദേവതകൾക്കാണ് എന്നാണ് പറയുന്നത്. കണ്ണിന്റെ അഴക് ദേവതകൾക്ക് കൂടും. ശ്രീരാമന്റെ നയനക്കാ വലുതില്ല. ഇതൊക്കെ ഒരു ഉപമയായിട്ടും കഥയായിട്ടും പറയുന്നുള്ളൂ കേട്ടോ. ഇതൊക്കെ തെറ്റാന്ന് നമുക്ക് തന്നെ പറയാം. പക്ഷെ രാമന്റെ കണ്ണുകളെക്കാൾ ഭംഗി സീതയുടെ കണ്ണുകൾക്കാണ്. എന്തിനധികം ശൂർപ്പണഖയുടെ കണ്ണുകൾക്ക് പോലും പുരുഷ ദേവതകളുടെ കണ്ണിനേക്കാൾ ചൈതന്യം ഉണ്ട്. അത് എങ്ങനെ വന്നു? സ്ത്രീകളുടെ കണ്ണുകൾക്ക് എങ്ങനെ ഇത്ര ഭംഗി കിട്ടി എന്ന് ചോദിച്ചാൽ, സ്ത്രീകളുടെ കണ്ണുകളിൽ അധികവും തുടിക്കുന്ന മാതൃത്വമാണ്. അതാണ് സ്ത്രീകളുടെ കണ്ണിനെ കുറിച്ച് പാട്ട് എഴുതുകയും എന്റെ ഭാസ്കരൻ മാഷും ഞാനായിട്ട്, പാട്ട് എഴുതുന്ന ഭാസ്കരൻ മാഷും ഞാനായിട്ട് നല്ല സുഹൃബന്ധമായി. അപ്പൊ ആ ഭാസ്കരൻ മാഷ് മരിക്കുന്നതിന് മുമ്പേ എഴുതിയ പാട്ടുകളിലൊക്കെ സ്ത്രീകളെ വർണ്ണിക്കുമ്പോ അവരുടെ കണ്ണിന്റെ ഭംഗി, ആ കണ്ണിന് ഏഴഴക്, കണ്ണില് നീലസമുദ്രം, ഒക്കെ കറക്റ്റാ. ഇത് കറക്റ്റ് ആയതുകൊണ്ടാണല്ലോ പല കവിതകളിലും ഇപ്പോഴും സ്ത്രീകളുടെ ഭംഗിയെ ഏറ്റവും അധികം വിസ്തരിക്കാൻ കാരണമുണ്ട്. ആ നേത്രങ്ങളിൽ മാതൃത്വം ഉള്ളത് കൊണ്ട് ഒരു കാരണവശാലും അതിനെ തോൽപ്പിക്കാൻ പുരുഷന് കഴിയുകയില്ല. ഇതിനെപ്പറ്റി ചിന്തിക്കുന്നവർ പറയുന്നത്, സീതയുടെ കണ്ണിൽ മാതാവാണ്
രാവണനോട് പോലും വിരോധമില്ല. കയ്യിൽ കിട്ടിയാൽ ഞാൻ അങ്ങോട്ട് പിച്ച് ചെയ്തു എന്ന് സീത പറയും. ആ മണ്ടൻ ഇങ്ങനെ വിഡ്ഢിത്തം കാണിച്ചു എന്നല്ലാതെ മാതൃത്വത്തിന്റെ പ്രത്യേകത. രാമന്റെ ഒരു നേത്രത്തിൽ കാരുണ്യവും മറ്റേ കണ്ണിൽ ശത്രു സംഹാരവും ഉണ്ട്. സംഹാരം എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്നുള്ള അർത്ഥം അല്ല. നമ്മൾ ഈ വാക്ക് അത് വേണം. സംഹരിക്കുക എന്ന് പറഞ്ഞാൽ പൂർവ്വസ്ഥിതിയിലാക്കുക എന്നാണ്. എന്നാലും സംഹരിക്കുക, അല്ലാതെ നമ്മൾ കൊല്ലുക എന്ന് വിചാരിക്കും. അതാണ് ഇപ്പൊ രാമന്റെ കണ്ണ് മോശാന്ന് ഇപ്പൊ പറഞ്ഞില്ല. ഒരു കണ്ണിൽ സ്നേഹം, മറുകണ്ണിൽ ആ സ്നേഹം രാവണനോടും ഉണ്ട്. മറുകണ്ണിൽ രാവണന്റെ ആഗ്രഹമാണല്ലോ രാമന്റെ കൈകൊണ്ട് മരിക്കണമെന്നും തത്വസംഹാരം. ഇത് ഏത് ദേവത എടുത്താലും, ലക്ഷ്മണന്റെ നേത്രങ്ങൾ എടുത്താൽ ലക്ഷ്മണന്റെ ഒരു കണ്ണിൽ കാരുണ്യം, മറുകണ്ണിൽ ശത്രുസംഹാരം. അത് പൗരുഷത്തിന്റെയും പുരുഷന്റെയും ഉത്തരവാദിത്വം ആണ്. സിംഹങ്ങളുടെ കൂട്ടങ്ങൾക്ക് വരെ ആരെങ്കിലൊക്കെ ദ്രോഹിക്കാൻ വന്ന പുരുഷ സിംഹങ്ങളുണ്ടല്ലോ, അവരുടെ കണ്ണുകളുടെ ആ അഗ്നിയിൽ ബാക്കി ജീവജാലങ്ങള് ഭയന്ന് പോകും. കൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ടത് രാധ. കൃഷ്ണന്റെ നയനങ്ങള് വളരെ ഭംഗിയുണ്ട്. പക്ഷെ രാധയുടെ നയനങ്ങളിൽ സ്നേഹം മാത്രമാണ്. ഒരു കണ്ണിൽ കൃഷ്ണന്റെ സ്നേഹവും മറുകണ്ണിൽ ഭൗതിക തലത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഹാരവും വരും. ഒരിക്കലും ഒരു അസുരനെ നിഗ്രഹിക്കുമ്പോൾ കൃഷ്ണന്റെ മുഖത്ത് ഒരു അപ്രിയമില്ല. ഈ കാരണം കൊണ്ടാണ്, ഈ മാതൃത്വം എന്നുള്ളൊരു കാര്യം ഉണ്ടായതുകൊണ്ടാണ് പരാശക്തി എന്ന് പറയുമ്പോൾ പരാശക്തിയെ ഉപാസിക്കുന്ന വ്യക്തികൾ ഉണ്ട്. ഞാൻ അത്ര വലിയ ഉപാസകനെന്ന് അവകാശപ്പെടുന്നില്ലെങ്കിലും പരാശക്തിയാണ് ഉപാസിക്കുന്നത്, ശക്തി ഉപാസന. അതിന്റെ കാരണങ്ങൾ പരാശക്തിയാവുന്ന അമ്മയുടെ 2 നേത്രങ്ങളിലും കാരുണ്യമാണ് 100%. മീനുകള് വിശപ്പ് വരുമ്പോ തള്ളമീനിന്റെ നേത്രങ്ങൾ കണ്ട മീൻ കുഞ്ഞുങ്ങളുടെ വിശപ്പ് പോയി. തള്ളമീനിന്റെ കണ്ണുകൾ കണ്ടാൽ മതി. ഇതുകൊണ്ടാണ് മീനാക്ഷി എന്നുള്ള പദം വന്നത്, നാമം. നമ്മൾ വിചാരിക്കും വിശപ്പിന് ആഹാരം കഴിക്കുന്ന വേണമെന്ന്. ഈ കവിതയിൽ വളരെ അർത്ഥമുണ്ട്. അത് കവിതയാവാം, സത്യമാവാം. ആരാണെന്ന് പരീക്ഷിച്ച് നോക്കിയ മീൻ കുഞ്ഞുങ്ങൾക്ക് വിശപ്പ് വന്നപ്പോ അമ്മയുടെ നേത്രങ്ങൾ കണ്ടപ്പോ വിശപ്പ് പോയി എന്ന് ആര് പരിശോധിച്ചു എന്നും ഇവിടെ ചോദ്യം ഇരിക്കുന്നില്ല. ഇതൊക്കെ കവിതയാണ്. വളരെ വലിയൊരു സത്യമുണ്ട്. പരാശക്തി സ്നേഹം മാത്രമാണ്. അതുകൊണ്ട് ശിവൻ ഭസ്മീകരിച്ചു. ഭസ്മീകരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വേറെ അർത്ഥമുണ്ട്, അത് വേറെ സമയത്തൊക്കെ പറയാം. ആ പാർവതിയാകട്ടെ അമ്മയാകുന്നു. മക്കളോടുള്ള സ്നേഹം ഉണ്ട്. ആ മക്കളോടുള്ള സ്നേഹം വരുമ്പോ മറ്റു കുട്ടികളോടും ഇതേമാതിരി സ്നേഹം വരും. പൗരുഷത്തിന്റെ ഉത്തരവാദിത്വമാണ് ശാസ്ത്രഗുണം. കുറച്ച് ക്ഷത്രിയന്റെ ഒരു ഗുണം ഇതിൽ ആവശ്യമാണ്. അതുകൊണ്ട് കണ്ണഴക് എന്ന് പറഞ്ഞാൽ പരാശക്തിക്കാണ്, ദേവിക്കാണ്. അല്ലേ എന്ന കാര്യം ചിന്തയ്ക്ക് വിട്ട് ആക്കുകൾ വിസ്മരിക്കുന്നു.